പല്ല് വേദന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? അത് അനുഭവിച്ചവർക്കറിയാം അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല ഈ പല്ലിങ്ങനെ വേദനിക്കണേ എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന വേദന. ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണാനും എന്തുകൊണ്ടാണ് വേദന വരുന്നതെന്നുള്ളത് അറിയാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ പോലെ ഈ കൊറോണയുടെയൊക്കെ സിറ്റുവേഷൻ പോലെ ക്ലിനിക്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. അങ്ങനെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അത്തരം സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇത്രയും സിവിയറായിട്ടുള്ള ഈ വേദന ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള മാർഗ്ഗങ്ങളുണ്ടോ? എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു വേദനയുടെ ആശ്വാസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. പല്ലുവേദന അല്ലെങ്കിൽ പല്ലിൻ്റെ അസുഖം മുഴുവനായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താ അസുഖം എന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൈയും കാലും തലയും കണ്ണും ഒക്കെ പോലത്തെ ഒരു അവയവത്തെ തന്നെയാണ് കേടുവരുത്തുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ആദ്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഈ പോഡിൻ്റെ അകത്തിരിക്കണ്ടോ എന്നുള്ളതാണ്. അതിരിക്കുന്നുണ്ടെങ്കിൽ പേസ്റ്റും ബ്രഷും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് അതൊക്കെ എടുത്ത് കളയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സൂചിപ്പിന്ന്, ഈർക്കിൾ ഇതൊന്നിട്ട് കുത്തിത്തിരികരുത് കേട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഉപ്പ്. ഈ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഒരു ഇളം ചൂടുവെള്ളത്തിലിടുക. എന്നിട്ട് ആ വെള്ളം വായിക്കൊള്ളുക, കുൽക്കുഴിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദിവസത്തിൽ ഒരു 3-4 തവണയെല്ലാം തന്നെ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഉപ്പിൻ്റെ ചില പ്രത്യേക പ്രോപ്പർട്ടികൾ കാരണം ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്, അതുവഴി തന്നെ നമ്മുടെ വേദന ശമനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് പല്ല് കേടുകൊണ്ടുള്ള വേദനയാണെങ്കിലും അതുപോലെ തന്നെ മോണരോഗം കൊണ്ടുള്ള വേദനയാണെങ്കിലും രണ്ടിനും പരിഹാര മാർഗം തന്നെയാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേതെങ്കിലും പെയിൻ കില്ലർ ഉണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് ഇപ്പോൾ നാളെ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ വെച്ചെങ്കിൽ ഇന്ന് ഈ മരുന്ന് കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു മരുന്ന് കഴിക്കരുത്. അത് നിങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വേദന സംഹാരി, അതായത് പെയിൻ കില്ലർ കഴിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ക്ലോവ് ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നും ആദ്യം ചെയ്യേണ്ടത് ഫുഡ് ഡെബ്രിസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷൊക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ചെറിയൊരു പഞ്ഞി കഷ്ണം എടുത്തിട്ട് അത് ഒരു ചെറിയ ബോളാക്കി എടുക്കുക. അതിലേക്ക് 1-2 ഡ്രോപ്പ് ക്ലോവ് ഓയിൽ വയ്ക്കുക. എന്നിട്ട് പല്ലിന് എവിടെയാണ് വേദന വരുന്നത് വെച്ചെങ്കിൽ അവിടെ വെച്ചതിന് ശേഷം കുറച്ച് നേരം കടിച്ച് പിടിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾ കടിച്ച് പിടിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് പഞ്ഞി എടുത്ത് കളയാവുന്നതാണ്. ക്ലോവ് ഓയിലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ യൂജിനോളാണ്. ഈ യൂജിനോളിന് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു നംബ്നെസ് ഉണ്ടാക്കാനും ഇത് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ല് വേദന പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലോവ് ഓയിലിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോൾഗേറ്റ് ഒരു ജെല്ല് ഇറക്കിയിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഫെക്ഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ കവിളൊക്കെ നീര് വന്ന് ഇങ്ങനെ വീർത്തതായിട്ട് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഡോക്ടറെ അടുത്ത് പോവുകയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി ആയിട്ട് മാറിപ്പോവുള്ളൂ. പക്ഷെ നമുക്ക് അതുവരെ ഡോക്ടറെ അടുത്ത് എത്തുന്ന വരെ വീട്ടിലിരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അതിനുള്ളൊരു ബെസ്റ്റ് റെമഡിയാണ് ഐസ് പാക്ക് വയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഐസ് പാക്കായിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ എവിടെയാണ് നീര് വന്നിട്ടുള്ളത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പെയിൻ റിലീഫിനും അതുപോലെ തന്നെ നീര് കുറയുന്നതിനും സഹായകരമായിരിക്കും. ഐസ് പാക്ക് വെച്ചിട്ട് ഒരത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കവിളിലിങ്ങനെ വെച്ചാൽ മതി.
ഒരു 1/4 മണിക്കൂറൊക്കെ വെക്കുക. പിന്നെ കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വീണ്ടും വേണമെങ്കിൽ വീണ്ടും 1/4 മണിക്കൂർ വയ്ക്കാം. ഇത് നിങ്ങൾക്ക് വളരെ വലിയൊരു ആശ്വാസം തന്നെ തരും. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. നിങ്ങൾ ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിട്ടുള്ള തുണിയാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ നേരെ തിരിച്ചായിരിക്കും എന്നുള്ളത് ഓർക്കുക. പല പേഷ്യൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്താണ് ഭയങ്കരമായിട്ട് വേദന വരുന്നതെന്ന്. അതിനുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയിലേക്കുള്ള രക്തോട്ടം കൂടുകയാണ്. അപ്പോൾ ആ സമയത്ത് രക്തോട്ടം കൂടുന്ന സമയത്താണ് നമുക്ക് സിവിയറായിട്ട് ഇവിടെ വേദന വരുന്നത്. ഇതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുമ്പോൾ ഒന്ന് പില്ലോ ഒക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് തലയൊന്ന് ഉയർന്ന് നിൽക്കുന്ന തരത്തിലൊന്ന് കിടന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേദന കുറയുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് ഇതേ ടിപ്സുകളൊക്കെ വെച്ചിങ്ങനെ ഇരിക്കരുത്. ഡോക്ടറെ അടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.